AK ശശീന്ദ്രനെ അപകീർത്തിപ്പെടുത്താൻ സമൂഹമാധ്യമങ്ങളിൽ ചിത്രം അപ്ലോഡ് ചെയ്തതിനെതിരെ പരാതി. ഒരു പൊതുചടങ്ങിൽ നാടമുറിക്കാൻ പെൺകുട്ടിയിൽ നിന്നും ശശീന്ദ്രൻ കത്രിക സ്വീകരിക്കുന്ന ചിത്രമാണ് ദുരുദ്ദേശത്തോടെ ചാനൽ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ പെൺകുട്ടിയുടെ സഹോദരൻ മലപ്പുറം പോലീസിൽ പരാതി നൽകി. മംഗളം ചാനൽ സിഇഒക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ്, വിശദാംശങ്ങൾ. സൗമ്യ, ഞായറാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയുടെ സഹോദരൻ ഇത് സംബന്ധിച്ച് മലപ്പുറം പരപ്പനങ്ങാടി SIക്ക് പരാതി നൽകിയിട്ടുള്ളത്. ദുരുദ്ദേശപരമായ തരത്തിൽ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നാണ്, അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നാണ് മംഗളം CEO അജിത് കുമാറിനെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത്. മന്ത്രി ശശീന്ദ്രൻ, രാജിവെച്ച മന്ത്രി ശശീന്ദ്രൻ ഒരു പൊതുചടങ്ങിൽ നാടമുറിക്കാനായി കത്രിക സ്വീകരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് ദുരുദ്ദേശമുണ്ടാക്കുന്ന തരത്തിൽ പ്രചരിപ്പിച്ചു എന്ന്, ഇത് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഈ ഫോട്ടോ മംഗളം CEO അജിത് കുമാർ ഉയർത്തി കാണിച്ചു എന്നാണ് പരാതി പറയുന്നത്. ഇതിനുശേഷം വലിയ അപമാനമുണ്ടായി. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ, നേരത്തെ മന്ത്രി ശശീന്ദ്രനെ കുടുക്കിയ ഫോൺ സംഭാഷണത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്ന തരത്തിൽ വരെ ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വീട്ടിലേക്ക് ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് പെൺകുട്ടിയുടെ സഹോദരൻ പരാതി നൽകിയിട്ടുള്ളത്. മംഗളം CEO അജിത് കുമാർ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പത്രപ്രവർത്തകരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്തു. അതുപോലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പത്രപ്രവർത്തകർക്കിടയിലുള്ള നിരവധികളിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ് എന്നും പെൺകുട്ടിയുടെ സഹോദരൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് വഴിയും അപവാദ പ്രചരണം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരപ്പനങ്ങാടി SIക്ക് മുമ്പിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതി ഇപ്പോൾ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് വേണ്ടി സൈബർ സെല്ലിന് നൽകിയിട്ടുണ്ട്. താനൂർ CI ആണ് പരാതി സൈബർ സെല്ലിന് കൈമാറിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സൗമ്യ, ഇവിടെ സാലിഹ്, ഇത്തരം ഒരു പരാതിയിലേക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർ പോകാനിടയായ ഒരു പശ്ചാത്തലം കൂടി, പ്രത്യേകിച്ച് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചിത്രം ഉപയോഗിച്ചു എന്ന തരത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കുന്നത്? കാരണം നമുക്കറിയാം, ഈ ഒരു ശബ്ദശകലം പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. അതിനെ ഒരു പക്ഷേ മറികടക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ചിത്രം മംഗളം ചാനൽ ഉപയോഗിച്ചു എന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്? സൗമ്യ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഫോട്ടോ മംഗളം TV സംപ്രേഷണം ചെയ്ത ശബ്ദം, അതിൽ പറയുന്ന പെൺകുട്ടിയാണ് ഇതെന്ന തരത്തിലാണ് ഫോട്ടോ പ്രചരിപ്പിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ പരാതിയിലുണ്ട്. അതോടൊപ്പം മംഗളം CEO മന്ത്രി ഒരു സ്ത്രീലമ്പടനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ചാനൽ ചർച്ചയിൽ ഈ ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിച്ചത്. രണ്ട് തരത്തിൽ ഇത് പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലാണ് എന്ന് പരാതിയിൽ പറയുന്നു. ഇത് നാട്ടിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പെൺകുട്ടിക്ക് ഉണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അമ്മയും അച്ഛനും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് ഈ പരാതി പോലീസിന് നൽകിയിട്ടുള്ളത്. ഒരു പൊതു ചടങ്ങിൽ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ, വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു ഫോട്ടോ ആണ് ദുരുദ്ദേശപരമായി ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു ഇക്കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നത്, മംഗളം സംപ്രേഷണം ചെയ്ത ഈ ശബ്ദരേഖ ഈ പെൺകുട്ടിയുടേതാണെന്ന ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ഫോട്ടോ പ്രചരിക്കുന്നത് മൂലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ ഇതുവരെ മംഗളം അധികൃതർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് മന്ത്രിയുടെ സ്ത്രീലമ്പടത്വം കാണിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ ചിത്രം, യാദൃച്ഛികമായി എടുത്ത ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നത്. അത് CEO തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. CEOയുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് അപ്പോൾ തന്നെ വിമർശനം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ കാണാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ പോലും ഇത് പിൻവലിക്കാതെ തുടർന്നും ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഈ ഫോട്ടോ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടിക്ക് ഒരു പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. അതേ തുടർന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. സൈബർ സെല്ലാണ് പ്രാഥമികമായി ഇത് ഷെയർ
ചെയ്തത് ആരൊക്കെ എന്ന പരിശോധനകൾ നടത്തുക സൈബർ സെല്ലായിരിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഇവിടെ കുട്ടിയുടെ സഹോദരൻ എന്താണ് പറയുന്നത്? ഈ പെൺകുട്ടിയുടെ, അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു ചാനൽ ഇങ്ങനെ ഒരു ശബ്ദശകലം പുറത്തുവിടുന്നു, ആ പെൺകുട്ടിയാണ് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും സ്വാഭാവികമായും ഇങ്ങനെ ഒരു ചിത്രം ഉയർത്തിക്കാട്ടുകയും അത് ആ ചാനലിന്റെ CEO തന്നെ മറ്റു സമൂഹം അല്ലെങ്കിൽ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടി തന്നെയാണ് ഈ ഒരു ട്രാപ്പിന് പിന്നിൽ എന്ന രീതിയിൽ വരിക ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ആണോ പ്രധാനമായും ഈ പെൺകുട്ടിയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നത്? രണ്ട് തരത്തിലാണെങ്കിലും പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ ഫോട്ടോ ഉള്ളത് എന്നാണ് മംഗളം പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിക്കാനായി മന്ത്രി സ്ത്രീലമ്പടനാണ് എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിന് ഈ ഫോട്ടോ ഉപയോഗിച്ചു എന്നാണ്. രണ്ട് തരത്തിലാണെങ്കിലും പരപ്പനങ്ങാടിയിലെ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലാണ് മംഗളം CEO പ്രവർത്തിച്ചിട്ടുള്ളത്. വളരെ നിരുപദ്രവമായ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇത്രമേൽ ഒരു വാർത്തയെ സ്ഥിരീകരിക്കാനായി ഈ ഫോട്ടോ മംഗളം CEO ഉയർത്തി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോട്ടോ അദ്ദേഹം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു എന്നതാണ് വലിയ കുറ്റം. ഇക്കാര്യങ്ങളെല്ലാം പരാതിയിൽ വിശദമായി എണ്ണി പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ സഹോദരനാണ് ഇത് സംബന്ധിച്ച ഒരു പരാതി രേഖാമൂലം പോലീസിന് ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബം തന്നെ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പീഡനം ഏറ്റുവാങ്ങുന്നുവെന്നാണ്, സമൂഹത്തിൽ വലിയ ഒരു ഒറ്റപ്പെടൽ ഏറ്റുവാങ്ങുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോവേണ്ട സ്ഥിതി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഉണ്ടായത്. സാലിഹാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശശീന്ദ്രനുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളിലേക്ക് കടക്കത്തക്ക രീതിയിൽ ഒരു പൊതുചടങ്ങിൽ ശശീന്ദ്രന് ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം മംഗളം ടെലിവിഷൻ ആ വിധത്തിൽ ചിത്രീകരിച്ചതിന് എതിരെയാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ മലപ്പുറം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. മംഗളം ടെലിവിഷൻ CEOക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സാലിഹാണ് വിവരങ്ങൾ നൽകി.